ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തക്കാളി കൊണ്ട് തൈര് ഒഴിച്ച് ഒരു കറി എങ്ങനെ വെക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ തൈര് നമുക്കിങ്ങനെ ഒരു വിസ്ക് വെച്ച് ഇങ്ങനെ അടിച്ചെടുക്കാം. മിക്സിയിൽ വേണമെങ്കിൽ ഇത് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ച് ഇങ്ങനെ കറക്കിയാലും തൈര് ഉടഞ്ഞ് കിട്ടും. 2 തക്കാളി ഞാൻ എടുത്തേക്കണേ. പിന്നെ അല്പം തേങ്ങയും ഒരു പിഞ്ച് ജീരകവും 2 കുഞ്ഞല്ലി വെളുത്തുള്ളി അതും കൂടെയും ചേർത്ത് അടിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഞാൻ ഇപ്പോൾ ഇച്ചിരി അല്പം തേങ്ങയും ചേർത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ കറി വെക്കാനായിട്ട് ഞാൻ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും തയ്യാറാക്കാവുന്ന ഒരു കറി കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം. 2 തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ, അല്പം തൈര്. തേങ്ങ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എണ്ണ ചൂടായി, നമുക്കിത് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ, കടുക്, ഇതൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് 2 വറ്റൽമുളക്, ഉണക്കമുളക്, അല്പം ഇഞ്ചി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ചുമന്നുള്ളി, മൂത്ത് വന്ന് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ്, കറിവേപ്പില, ചെറിയ ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മതി. അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തീ കുറച്ച് വെച്ച് നമുക്കിത് വേവിക്കാം. വെള്ളം ചേർക്കേണ്ട, തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. വേവട്ടെ. നമ്മുടെ തക്കാളി എന്തായി നോക്കട്ടെ കേട്ടോ. ശരിക്കും വെന്തിട്ടുണ്ട്, ശരിക്കും വെന്തു. അപ്പോൾ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറി കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കിത് തേങ്ങ അരച്ചത് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കാം തേങ്ങ അരച്ചത്. തൈര് ഒഴിച്ചാലും തേങ്ങ അരച്ചാലും ഒരുപാടൊന്നും തിളയ്ക്കണ്ട. തൈര് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോവാതിരിക്കാൻ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം, അല്പം മാത്രം, ഒരുപാട് വെള്ളം വേണ്ട. അപ്പം നമ്മുടെ തക്കാളി മോരുകറി ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കുക. ഞാൻ ഉപ്പ് നോക്കി കേട്ടോ. അപ്പോൾ അല്പം ഉപ്പിൻ്റെ പോരായ്മയുണ്ട്. അപ്പോൾ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, കുറച്ച് മാത്രം.
നമ്മുടെ കറി ഇവിടെ ഓഫ് ചെയ്യാം കേട്ടോ. എൻ്റെ തക്കാളി മോരുകറി ഇവിടെ റെഡിയായി. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബായ്.